നമസ്കാരം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ 1-2 വർഷമായിട്ട് പല വിരോധികളായിരുന്ന പലവരും അഥവാ ശത്രുതയിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യങ്ങൾക്കായിട്ട് ലോക്യം കൂടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. മാസത്തിൻ്റെ പകുതി മുതൽ ഇവരിൽ നിന്ന് തന്നെ സ്വല്പം വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യവസ്ഥകൾക്ക് അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ഉദര ഉഷ്ണരോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. പാരമ്പര്യ രീതികളും ആധുനിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങുന്നത് 2016-ലോ 2017-ലോ ഒക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അത് അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ചിന്താമണ്ഡലത്തിൽ പുതിയ വ്യാപാര വ്യവസായ മേഖലകൾ വന്നു ചേരുമെങ്കിലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടുകയായിരിക്കും നന്നാവുക. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വിരുന്നു വരുവാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഉള്ള സാധ്യത കാണുന്നു. ഇതാണ് മകൻ നക്ഷത്രക്കാരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ.